ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒരു ഗീ റൈസ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതാ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലോട്ടേക്ക് ഒരു 2 ഏലക്കായ, 2 കഷ്ണം കറുവപ്പട്ട, ചെറിയൊരു ബേ ലീഫ്, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ സോട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് തന്നെ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നോർമൽ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, തിളപ്പിച്ച വെള്ളമല്ല, നോർമൽ വെള്ളം. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ലെമണും കൂടി അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ വെയിറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗീ റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം അതിലോട്ടേക്ക് നമുക്ക് എടുത്ത് വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ടേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മുന്തിരിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചോറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അവസാനം അതിലോട്ടേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കുക്കർ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗീ റൈസാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.